തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ ഉണ്ടായ മഹാവിജയത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് കൃത്യമായി 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്ക് UDF കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ പടിയെന്നോണം ഇന്നലെ ചേർന്ന UDF യോഗത്തിൽ മുന്നണി വിപുലീകരണത്തിനും അവർ തുടക്കം കുറിക്കുകയുണ്ടായി. PV അൻവറിനെയും വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും CK ജാനുവിനെയും UDFിൻ്റെ അസോസിയേറ്റ് കക്ഷികളാക്കുവാനുള്ള തീരുമാനമാണ് UDF ചെയർമാൻ കൂടിയായ VD സതീശൻ ഇന്നലെ യോഗത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അസോസിയേറ്റ് കക്ഷി മാത്രമാക്കിയതിലുള്ള അതൃപ്തി മൂലം NDAയിൽ തുടരുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം മുന്നണി വിപുലീകരണത്തിൻ്റെ തുടക്കം മാത്രമാണ് ഇത് എന്നത് പരസ്യമായ രഹസ്യമാണ്. അവർ കൃത്യമായ ചില പദ്ധതികൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതിലാദ്യമായി അവർ ലക്ഷ്യമിട്ടുകൊണ്ടിരുന്നത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെയാണ്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം അവരുടെ രാഷ്ട്രീയ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ വലിയ പിടിവാശികൾക്കൊന്നും നിൽക്കാതെ UDF മുന്നണിയിലേക്ക് എത്തുമെന്നാണ് UDF നേതൃത്വത്തിൽ, കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിൻ്റെയും ലീഗ് നേതൃത്വത്തിൻ്റെയും ഇപ്പോഴത്തെ വിശ്വാസം. എന്നാൽ തങ്ങൾ ഇടതുമുന്നണിയിൽ അടിയുറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജും ഉൾപ്പെടെയുള്ള ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. NDAയിൽ നിന്നതുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതായി എന്ന് വിശ്വസിക്കുന്ന BDJSനെയാണ് ഇപ്പോൾ UDF നോട്ടമിടുന്നത്. സ്വാഭാവികമായും SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ BDJS NDA വിടുകയാണെങ്കിൽ LDF പാളയത്തിലേക്കാകും എത്തിച്ചേരുക എന്ന് ആദ്യഘട്ടത്തിൽ വിലയിരുത്തലുകളുണ്ടായിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന നിരവധി വാർത്താമാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ UDFിലേക്ക് അവർ പോകുവാനുള്ള സാധ്യതകൾ സജീവമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെതിരെയും UDF ചെയർമാനും പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റനുമായ VD സതീശനെതിരെയും അദ്ദേഹം കടുത്ത വിമർശനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ അദ്ദേഹം പിണറായി വിജയൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്തുതിപാഠകനാണ് എന്നുകൂടി നാം ഓർക്കണം. മലപ്പുറത്തെ മുസ്ലിം സമുദായത്തെ പോലും അവഹേളിക്കുന്ന പരാമർശങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പോലും അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കുവാനോ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ തയ്യാറാകാത്ത ഒരു ഭരണകൂടത്തോടുള്ള പ്രതിബദ്ധി വെള്ളാപ്പള്ളി നടേശൻ നിലനിർത്തുമ്പോൾ അവർ LDFിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾക്കാണ് രാഷ്ട്രീയ വൃത്തങ്ങളും നിരീക്ഷകരും കൂടുതൽ സാധ്യതകൾ കൽപ്പിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി UDFിൻ്റെ ചില ചടുല നീക്കങ്ങളാണ് BDJS ഒരുപക്ഷെ UDFിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ വീണ്ടും സജീവമാക്കുന്നത്. UDFിനെ സംബന്ധിച്ച് ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളായ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തന്നെയാണ്. VD സതീശനുമായി വെള്ളാപ്പള്ളിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും KC വേണുഗോപാലുമായും രമേശ് ചെന്നിത്തലയുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമാണുള്ളത്. കൃത്യമായി വെള്ളാപ്പള്ളിക്കോ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കോ ഒരിക്കലും നിരാകരിക്കുവാൻ കഴിയാത്തൊരു ഓഫറാണ് UDF അവർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അതായത് തുഷാർ വെള്ളാപ്പള്ളിക്ക് വിജയം ഉറപ്പുള്ള ഒരു സീറ്റ് സമ്മാനിക്കാമെന്ന വാഗ്ദാനവും തുഷാറിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ UDF അധികാരത്തിലെത്തിയാൽ സമ്മാനിക്കുമെന്നുള്ള വാഗ്ദാനവുമാണ് UDF നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തുഷാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രായമടക്കമുള്ള ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒരിക്കൽ മന്ത്രിയാകുവാൻ സാധിച്ചില്ല എങ്കിൽ മറ്റൊരവസരം അദ്ദേഹത്തിന് ഇല്ല എന്നത് വസ്തുതയാണ്. കാരണം 5 വർഷങ്ങൾക്കിപ്പുറം തുഷാറിൻ്റെ പ്രായത്തിനേക്കാൾ ഉപരിയായി BDJSൻ്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ എത്രമാത്രം ഉണ്ടാകുമെന്ന സംശയങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ വോട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. അത്രമാത്രം ദുർബലമാണ് അവരുടെ വോട്ട് ഷെയർ എന്നതാണ് യാഥാർത്ഥ്യം. BJP അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾ CPMനും BJPക്കുമായി വിഭജിക്കപ്പെട്ടു പോകുമ്പോൾ UDFിലേക്ക് എത്തിയാൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി നിലനിൽക്കുമെന്ന ചിന്ത ആ പാർട്ടിക്കുള്ളിൽ വലിയൊരു വിഭാഗത്തിന് ഉണ്ടായിത്തീർന്നിട്ടുണ്ട് എന്ന അവസരം കണ്ണിൽ കണ്ടാണ് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഇത്തരമൊരു നീക്കത്തിന് വേഗത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള 8 ജില്ലകളിൽ 30% വോട്ട് ഷെയർ നേടുവാനും ഈ ജില്ലകളിലെ ഏറ്റവും വോട്ട് ഷെയർ നേടിയ രാഷ്ട്രീയ കക്ഷിയാകുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. മലബാർ ബെൽറ്റിലേക്ക് ചെല്ലുമ്പോൾ ലീഗാണ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് എന്നതിനാൽ മാത്രമാണ് അവിടെ CPMന് പിന്നിലേക്ക് കോൺഗ്രസ് വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ പിന്തള്ളപ്പെടുവാനുള്ള കാരണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും അധികാരത്തിലേക്ക് തിരികെ എത്തുന്നു, അത് ആധികാരിക ഭൂരിപക്ഷത്തോടു കൂടിയാണ് എന്ന് ഉറപ്പാക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ UDFിന് നിലനിൽപ്പുള്ളൂ എന്നുള്ള കൃത്യമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈഴവ വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി BDJSനെ തങ്ങളുടെ പാളയത്തിലേക്ക് ചേർക്കുവാനായി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്.
നമുക്കറിയാം, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് കേരളത്തിൽ ഏറ്റവും വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നത് അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഇഴവ വോട്ട് ബാങ്കുകളിലേക്ക് BJP നടത്തുന്ന കടന്നുകയറ്റമാണ്. ഇഴവ വോട്ട് ബാങ്കുകളിൽ നേരിയ ഒരു ശതമാനം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പം നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ UDFിനൊപ്പം നിലകൊള്ളുന്നത്. എന്നാൽ കൃത്യമായി BDJSനെ കൂടി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചാൽ കൃത്യമായി മന്ത്രിസഭയിലടക്കം ഇഴവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാനും ഈ വാഗ്ദാനം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇഴവ വോട്ട് ബാങ്കുകളിൽ ഒരു വലിയ വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്തുവാനും കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ UDFന് കേരളത്തിലാകെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിൽ 110 സ്വന്തം പ്രതിനിധികളെ വിജയിപ്പിക്കുവാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. UDFനെ സംബന്ധിച്ച് കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ SNDPയുടെ പിന്തുണ ഏറെ നിർണായകമാകുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. കൊല്ലം ജില്ലയിൽ രാഷ്ട്രീയ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടാണ് UDF ചരിത്രത്തിലാദ്യമായി കോർപ്പറേഷൻ ഭരണമടക്കം തിരികെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളും ആലപ്പുഴ ജില്ലയിലെ പകുതി സീറ്റുകളെങ്കിലും വിജയിച്ചു കയറുവാൻ അവർക്ക് SNDPയുടെ പിന്തുണ ഏറെ നിർണായകമാകും. ആ കൃത്യമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ അസ്ഥിരപ്പെടുത്തുവാനായി BDJSനെ കൂടെ കൂട്ടുവാനുള്ള നീക്കങ്ങൾക്ക് UDF കോൺഗ്രസ് നേതൃത്വങ്ങൾ വളരെയധികം സജീവത പകർന്നു നൽകിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ UDFിൽ ഏറ്റവും അധികം നിർണായകമാകുവാൻ പോകുന്നത് VD സതീശൻ്റെ നിലപാടുകൾ കൂടിയാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവ്. വെള്ളാപ്പള്ളി കൂടെ പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും നടത്തണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അത് UDFിൻ്റെ വിജയസാധ്യതകളെ വർദ്ധിപ്പിക്കുന്നുവെന്നും VD സതീശനും പരിഹാസ രൂപേണ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിനാൽ തന്നെ UDF ചെയർമാനായ ഇപ്പോൾ UDFിനെ വളരെ കൃത്യതയാർന്ന വിജയങ്ങളിലേക്ക് നയിക്കുന്ന VD സതീശൻ്റെ നിലപാട് ഇവിടെ നിർണായകമാകുമെങ്കിലും സതീശനും ചെറിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുവാൻ ഒരു വിഭാഗം നടത്തുന്ന ബോധപൂർവമായ നീക്കങ്ങളുടെ ഭാഗമാണോ BDJSനെ മുന്നണിയിലേക്ക് എത്തിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ചിലരെങ്കിലും സംശയിക്കുന്നുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ശക്തിയേറിയ ബെൽറ്റുകളിലെ ആനുകൂല്യമല്ല അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടത്. നേരെ മറിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും കൃത്യമായ മേധാവിത്വം പുലർത്തിക്കൊണ്ടൊരു വിജയമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരെ സംബന്ധിച്ച് ചില കൃത്യമായ കണക്കുകൂട്ടലുകളുമുണ്ട്. അതായത് 2026 UDF അധികാരത്തിലെത്തിയാൽ 2031 തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇടതുമുന്നണി ശിഥിലമാകുമെന്നും ആ രാഷ്ട്രീയ സ്പേസിലേക്ക് BJP കടന്നുകയറ്റം നടത്തുമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. ഈ രാഷ്ട്രീയ സ്പേസിലേക്കുള്ള BJPയുടെ കടന്നുകയറ്റം ഏറ്റവും വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ വേഗതയ്ക്ക് കടിഞ്ഞാണിടുവാനുമുള്ള UDF നേതൃത്വത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലോങ് ടേം പൊളിറ്റിക്കൽ വിഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളിയെയും PV അൻവറിനെയും പോലുള്ള വിവാദ നായകരെ ഉൾക്കൊള്ളിക്കുവാൻ അവരിപ്പോൾ തയ്യാറാകുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. BJP കൃത്യമായി കടന്നുകയറ്റം നടത്തിയാൽ പിന്നീട് ഈ സംസ്ഥാനം പിടിച്ചെടുക്കുന്നതിൽ നിന്ന് അവരെ പരാജയപ്പെടുത്തുവാൻ തങ്ങൾക്കുള്ള ആയുധങ്ങൾ പരിമിതമായിരിക്കുമെന്ന കൃത്യമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മതേതര വോട്ട് ബാങ്കുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സമുദായ നേതൃത്വങ്ങളെ തങ്ങൾക്ക് പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ഒരു മഹാവിജയം നേടി UDF ഇവിടെ സുശക്തമാണ് എന്ന് തെളിയിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്നും മുതിർന്ന നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ BDJS ഉടനടി UDFിലേക്ക് എത്തുവാനുള്ള രാഷ്ട്രീയ സാധ്യതകൾ സജീവമാണ്. അത്തരത്തിൽ സംഭവിച്ചാൽ തുഷാർ വെള്ളാപ്പള്ളി എന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ കേരളത്തിൻ്റെ ക്യാബിനറ്റിൽ മികച്ച ഒരു വകുപ്പോടുകൂടി മന്ത്രിയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും ഡിസംബർ ജനുവരി മാസങ്ങളിലെ തണുപ്പിനെ കവച്ചു വെക്കുന്ന രീതിയിലായിരിക്കും വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ ചൂട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. UDF BDJSന് തൊട്ടു പിന്നാലെ തന്നെ ജോസ് കെ മാണി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിയില്ല എങ്കിൽ കൂടിയും ഒരു ബഫറായി 2020യെയും തങ്ങളോട് ചേർത്ത് നിർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 2020യും തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടിയുടെ ആഘാതം മറച്ചുവെച്ചുകൊണ്ട് കേരളത്തിലെ 50 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുവാൻ പോകുന്നു എന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മുന്നണികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുവാനും UDF തങ്ങളുടെ പടിവാതിക്കലേക്ക് വലിയ ഓഫറുകളുമായി എത്തുവാനുമുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണെന്നും ചില വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ 2020യുടെ പ്രധാന നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള സാബു ജേക്കബിന് ഒരു സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് UDFിലേക്ക് എത്തിക്കുവാനുള്ള ചില നീക്കങ്ങളും VD സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതും ഓർക്കേണ്ടതാണ്. കോൺഗ്രസിലെ അധികാര വടംവലികൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ആത്യന്തികമായി UDFിന് വലിയ രീതിയിൽ ഗുണപരമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് കൂടുതൽ ഘടകകക്ഷികളെ മുന്നണിയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് മുന്നണിയിൽ തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുവാൻ ഈ നേതാക്കൾ ശ്രമങ്ങൾ നടത്തുമ്പോൾ ആത്യന്തികമായി UDFിൻ്റെ ജനകീയ അടിത്തറയാണ് ഇവിടെ വിപുലപ്പെടുന്നത്. ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിലും കോൺഗ്രസിൻ്റെ കരുത്തരായ നേതാക്കൾ കളത്തിലിറങ്ങി കളിച്ചുകൊണ്ട് മുന്നണിക്കുള്ളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് ആത്യന്തികമായി UDFിൻ്റെ ജനകീയ അടിത്തറ വലിയ രീതിയിൽ വിപുലപ്പെടുത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
അങ്ങനെ വരുമ്പോൾ മറ്റൊരു ചരിത്ര സത്യം കൂടി ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കപ്പെടുകയാണ്. അതായത് കോൺഗ്രസിൽ ഗ്രൂപ്പുകളെ മൂർച്ഛിച്ചാൽ അത് ആത്യന്തികമായി കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഗുണത്തിന് വഴിവെക്കും എന്ന ചരിത്ര സത്യമാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ എത്രയും പെട്ടെന്ന് UDFിൽ എത്തിക്കുവാൻ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും കോപ്പുകൂട്ടുമ്പോൾ ഇതിനൊരു മറുപണി എന്ന വണ്ണം 2020യെ UDF പാളയത്തിലേക്ക് എത്തിക്കുവാൻ VD സതീശനും സജീവമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.